റേഞ്ച് റോവർ സ്പോർട്ട് SUVകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുമെന്ന് ജാഗർ ലാൻഡ് റോവർ. ഇതോടെ ഈ രണ്ട് റേഞ്ച് റോവർ കാറുകൾക്ക് വിലയിൽ വലിയ തോതിൽ കുറവ് വരും. 3 ലിറ്റർ ഡീസൽ HSE LWB റേഞ്ച് റോവറിന് 2.36 കോടി രൂപയുള്ളത് 44 ലക്ഷം രൂപ കുറയും. 1.40 കോടി രൂപ വിലയുള്ള റേഞ്ച് റോവർ സ്പോർട്ട് 3 ലിറ്റർ ഡീസൽ ഡൈനാമിക് HSEയുടെ വില 29 ലക്ഷം രൂപയാണ് കുറയുക. ബ്രിട്ടന് പുറത്ത് ആദ്യമായാണ് ഈ രണ്ട് SUVകൾ ജാഗർ ലാൻഡ് റോവർ ഒരു രാജ്യത്ത് അസംബിൾ ചെയ്യുന്നത്. ഇതോടെ വെലാർ, ഇവോക്ക്, ജാഗർ F-Pace, ഡിസ്കവർ സ്പോർട്ട് എന്നീ കാറുകൾ ഇതിനകം തന്നെ പൂനെയിലെ JLR ഫാക്ടറിയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അസംബ്ലിംഗ് ആരംഭിക്കുന്നതോടെ റേഞ്ച് റോവർ സ്പോർട്ട് മോഡലുകൾക്ക് വില മാത്രമല്ല കാത്തിരിപ്പ് സമയവും കുറയും. ജാഗർ ലാൻഡ് റോവറിൻ്റെ 2024 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മോഡലായ ഡിഫൻഡർ ഇന്ത്യയിൽ അസംബ്ലിംഗ് ആരംഭിച്ചിട്ടില്ല. 2024 സാമ്പത്തിക വർഷം 1314 ഡിഫൻഡറുകളാണ് വിറ്റത്. ഡിഫൻഡർ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന വാഹനമായി തുടരും. 2011 JLR ആദ്യമായി ഇന്ത്യയിൽ അസംബ്ലിംഗ് ആരംഭിച്ചത്. ടാറ്റ മോട്ടോഴ്സുമായി ചേർന്ന് ഫ്രീലാൻഡർ ആയിരുന്നു ആദ്യമായി ഇന്ത്യയിൽ അസംബ്ലിംഗ് നടത്തിയ JLR വാഹനം. സിനിമാ താരങ്ങളുടെയും കായിക താരങ്ങളുടെയും ഇഷ്ടവാഹനമാണ് റേഞ്ച് റോവർ. 2024 സാമ്പത്തിക വർഷം 394 റേഞ്ച് റോവറുകളാണ് ഇന്ത്യയിൽ വിറ്റത്. വില 2 കോടി മുതൽ 4.46 കോടി രൂപ വരെ. ഉയർന്ന വകഭേദമായ LWBയാണ് ഇന്ത്യയിൽ കൂടുതലും വിറ്റഴിഞ്ഞ റേഞ്ച് റോവർ. ഇപ്പോഴും ലാൻഡ് റോവർ ഔദ്യോഗികമായി വിലവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും 3 ലിറ്റർ ഡീസൽ HSE LWB വകഭേദത്തിന് 2.36 കോടി രൂപയും 3 ലിറ്റർ പെട്രോൾ ഓട്ടോബയോഗ്രഫി LWBക്ക് 2.60 കോടി രൂപയുമാണ് വില. ഈ രണ്ടു മോഡലുകൾക്ക് യഥാക്രമം 44 ലക്ഷവും 56 ലക്ഷം രൂപ കുറയും. ഇതോടെ അടുത്തിടെ പുറത്തിറങ്ങിയ മെഴ്സഡസ് മെയ്ബാക്ക് GLS 600നേക്കാൾ 3.35 കോടി രൂപ വലിയ തോതിൽ റേഞ്ച് റോവർ മോഡലുകൾക്ക് വില കുറയും. 3 ലിറ്റർ 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 392 HP കരുത്തും പരമാവധി 550 Nm ടോർക്കും പുറത്തെടുക്കും. 3 ലിറ്റർ 6 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 345 HP കരുത്തും പരമാവധി 700 Nm ടോർക്കും പുറത്തെടുക്കും. ഇന്ത്യയിൽ അസംബിൾ ചെയ്ത റേഞ്ച് റോവറുകൾ മെയ് 24 മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.